Hello, welcome back to Learnino. Junior Instructor Mechanic Consumer Electronics. ഈ എക്സാം 2025 ജനുവരി 24-നാണ്. അതായത് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2025-ൽ വരാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കും മെഡിക്കൽ ഇലക്ട്രോണിക്സും ഒക്കെ എഴുതിയിരിക്കുന്നവരാണ് അടുത്ത വർഷം എഴുതാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷയാണ്. ഇതില് 10 വേക്കൻസീസ് ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ചിലപ്പം ചേഞ്ചസ് വരാം. ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇതില് കൺഫേം ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് 4460, അതായത് 4000-നടുത്ത് കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇതിനകത്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കുറഞ്ഞത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ, ഒന്ന്, ഇപ്പം ഇലക്ട്രോണിക് മെക്കാനിക്കും അതുപോലെ മെഡിക്കൽ ഇലക്ട്രോണിക്സും ഒക്കെ നോക്കുമ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ്, കുറേ പുതിയ ടോപ്പിക്സ് ഉണ്ട്. അപ്പോ അത് ഒരു കാരണമാണോ എന്നുള്ളത് അറിയില്ല. സിലബസ് കണ്ടിപ്പോ നമുക്ക് തന്നെ നേരിട്ട് സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഇത് ഒരുപാട് വലിയ സിലബസ് ആണ്, കുറേ ടോപ്പിക്സ് പുതിയതായിട്ട് പഠിക്കാനുണ്ടെന്നൊക്കെ. അപ്പോ എങ്ങനെയാണെങ്കിലും നമുക്ക് 2025-ലെ ആദ്യത്തെ എക്സാം ആണ്. കൃത്യമായി ഒരു സ്റ്റഡി പ്ലാനോട് കൂടി സിലബസ് പഠിച്ച് എഴുതുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഒരു പക്ഷേ 2025 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഡ്രീം ജോബിലേക്ക് എത്താനുള്ള ഒരു വർഷമായിട്ട് നമ്മൾ കണക്കാക്കി വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു പരീക്ഷയെ കാണുക. എന്തായാലും കൺഫേം ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനോടൊക്കെ പറയാനുള്ളത് കൃത്യമായി തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം ഇതില് ഈ പറഞ്ഞ ഇത്രയും പേര് നമ്മൾ കൺഫേം ചെയ്തതില് അത്രയും സീരിയസ് ആയിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവര് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ലേണിനോല് ഒരു 1 month ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസംബർ 18th മുതൽ നമ്മൾ ഡെയിലി സ്റ്റഡി ഗോൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഡിസംബർ 16th മെഡിക്കൽ ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെയും കൂടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ ഈ ഒരു എക്സാം മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോ ഡിസംബർ 18th മുതൽക്ക് നമ്മൾ ഡെയിലി സ്റ്റഡി കോൾ, ഓരോ ദിവസവും നമ്മൾ ടോപ്പിക്സ് പറയും. അങ്ങനെ പഠിച്ച് ഒരു മാസം കൊണ്ട് നമുക്കിത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസിന്റെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാം വളരെ അത്യാവശ്യം ഈസി ആയിരുന്നു, ഒരുപാട് ടഫ് ഒന്നും ആയിരുന്നില്ല. കുറേ ചോദ്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറേ അധികം MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയവർക്ക് എക്സാം ഈസി ആയിട്ട് എഴുതാൻ പറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലേണിനോയിൽ കോച്ചിങ് എടുത്തവർക്ക് അറിയാം, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് PDF ആയിട്ടും വീഡിയോ ആയിട്ടും ടെസ്റ്റ് സീരീസ് ആയിട്ടും. അപ്പൊ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാനും റാങ്ക് ലിസ്റ്റിൽ വരാനും സാധിക്കും. 10 വേക്കൻസീസ് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുക. 2025-ലെ നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷയാണ്. സോ ആ ഒരു കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. ഡിസംബർ 18th നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഞാൻ കോഴ്സിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. യെസ്, നമ്മൾ എല്ലാ കോഴ്സിനും കൊടുക്കുന്ന പോലെ തന്നെ സിലബസ് അനുസരിച്ച് റെക്കോർഡഡ് ലെക്ചേഴ്സ്, റെക്കോർഡഡ് MCQs, PDF മെറ്റീരിയൽസ്, അതായത് നോട്ട്സ്, MCQ PDF, ടെസ്റ്റ് സീരീസ്, ഇത്രയാണ് വരുന്നത്. നമ്മളെ പേഴ്സണൽ മെന്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫോം ചെയ്താൽ മതി. നമ്മുടെ മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി സ്റ്റഡി ഗോൾ വരുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാം എഴുതിയവർക്ക് അറിയാം, നമ്മൾ ഓരോ ദിവസവും മെസ്സേജ് അയക്കാം. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എക്സാമിന് വേണ്ടി മാത്രം നമ്മളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലായിരിക്കും ഡെയിലി സ്റ്റഡി ഗോൾ വരുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. മോഡ്യൂൾ വൈസ്, ടോപ്പിക് വൈസ് നമ്മളെ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ഫൈനൽ ആയിട്ട് നമ്മൾ എക്സാമിന്റെ അതേ പാറ്റേണിലുള്ള ടെസ്റ്റ് സീരീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് ഒരു മാസം കൃത്യമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷകളൊന്നും ഇല്ല, അല്ലെ? നമുക്കറിയാം, ട്രേഡ്സ്മാൻ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ. ഇനിയിപ്പം നമ്മളൊരു പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് അത് വിളിച്ചിട്ടില്ല നോട്ടിഫിക്കേഷൻ. അപ്പൊ അങ്ങനെ ചുരുക്കം ചില എക്സാംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വരുന്ന എക്സാം നമ്മൾ അതിനനുസരിച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണുക. അപ്പൊ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് ഉണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നല്ല എഫേർട്ട് വേണം.
ഓക്കെ ഇത് 10 വേക്കൻസിയല്ലേ ഉള്ളൂ എനിക്ക് കിട്ടില്ല, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാതെ നമ്മൾ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺഫർമേഷൻ ഇത്രയും പേരാണ് കൺഫർമേഷൻ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഇത് സീരിയസ് ആയി കണ്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ പെർസെന്റേജ് വളരെ കുറവായിരിക്കും. അതൊരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആണെന്ന് തന്നെ കൃത്യമായി സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് അത്രയും MCQs ചെയ്ത് ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ എന്തായാലും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് ഓക്കെ എന്നാൽ സെൽഫ് സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പല ഇലക്ട്രോണിക്സ് എക്സാം പൊതുവെ എഴുതുന്നവർക്ക് അറിയാം ആ പരീക്ഷകൾക്കൊന്നും ഇല്ലാത്ത കുറേ അധികം ടോപ്പിക്സ് ഇതിനകത്ത് വരും. കാരണം എന്താ വെച്ചാൽ ഇത് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ആണ്. അപ്പൊ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ചോദിക്കാവുന്ന MCQs എല്ലാം എടുത്ത് പഠിക്കാൻ അത്രയും എഫേർട്ട്, ആ എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചാൽ മാത്രം മതി, ടെസ്റ്റ് സീരീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിന്റെ ഭാഗമാവുക. ഒരു കാര്യം കൂടെ, ഇപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മൾ പ്രൈസ് വെച്ചിട്ടുണ്ട് ഡിസംബർ 25 വരെ. അപ്പൊ അതിന് മുന്നേ തന്നെ എന്തായാലും നമ്മുടെ സ്റ്റഡി ഗോളിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബർ 18 മുന്നേ തന്നെ അത് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത്രയും ക്ലാസ് പെൻഡിങ് ആവും. അപ്പൊ ഡിസംബർ 25 വരെ നമ്മുടെ ഓഫർ പ്രൈസും ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.